നമസ്കാരം. കേരള ക്രിക്കറ്റ് സാഗ യാത്ര കാസർഗോഡാണ്. കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയും, നമ്മളൊരു ചെറുപ്പക്കാരനെ കാണാൻ പോവുകയാണ്. കാസർഗോഡ് വന്നാൽ കേരള ക്രിക്കറ്റിൻ്റെ മേൽവിലാസം മുഹമ്മദ് അസറുദ്ദീൻ. അസറുദ്ദീൻ്റെ സ്വപ്ന വീട് അതിൻ്റെ പണി അവസാന ഘട്ടത്തിലാണ്. അവിടെയാണ് നമ്മളുള്ളത്. അസർ, നമസ്കാരം. കാസർഗോഡേക്ക് സ്വാഗതം. ഓക്കെ, ഇവിടുന്ന് യാത്ര തുടങ്ങാണല്ലോ. സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിനി KCL അവസാനിക്കുന്നത് വരെ ഈ യാത്രയുണ്ട്. അസർ കളി പഠിച്ചു തുടങ്ങിയത് ഇവിടെ വെച്ചാണ്, ഈ ഗ്രൗണ്ട് പഠിച്ചെന്നല്ല, നമ്മള് ക്രിക്കറ്റ് ബോളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇതിൽ ക്രിക്കറ്റ് ബോളും കളിക്കാറ്. ആ സമയത്ത് കളിക്കുന്ന വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സിനാരിയോ, ഇവിടെ മൗലവി എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഒരു ചെറിയ ഏറ്റവും മിനിമം കിട്ടുന്ന ഒരു ക്രിക്കറ്റ് ബോൾ ഉണ്ട്. മിനിമം പൈസ കിട്ടുന്ന ഒരു സാധനം. അത് 2 എണ്ണം മേടിച്ച് ഇവിടെ നമ്മളൊരു കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ആഷിഖ്, സാദിഖ്, അസു, കച്ചി, സാബിത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഒരു ഫ്രണ്ട് സർക്കിളായിരുന്നു. ഒരു ഇമ്രാൻ എന്ന് പറയുന്ന ചെറിയൊരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നമ്മൾ ക്രിക്കറ്റ് ബോളിൽ ഡിഫൻസ് മാത്രമേ ഉള്ളൂ. ടെസ്റ്റാ കളിക്കുക. 6 അടിച്ചാൽ ഔട്ടാ? 6 ഔട്ടാ. വെളിയിൽ പോയ ഔട്ട്, തട്ടി മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അസറിന്റെ ആദ്യത്തെ വാങ്കടയും ആദ്യത്തെ ഈടങ്കാരനും ഒക്കെ ഇതാണ് ഈ കാണുന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടെന്നീസ് ബോളിലോട്ടായി. ടെന്നീസ് ബോളിൽ ഇവിടെ അണ്ടറാം കളിക്കും, അതിലോട്ടായി. അപ്പൊ ക്രിക്കറ്റ് ബോൾ നമുക്ക് കുറച്ചുകൂടെ വലിയ ഗ്രൗണ്ട് കിട്ടിയപ്പോൾ അങ്ങോട്ടേക്ക് മാറി. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ഒരു സ്പോർട്ടും കൂടിയാണ് ക്രിക്കറ്റ്. പക്ഷെ നമുക്ക് ആഗ്രഹം മാത്രം പോരാ, അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെ വരണം. അപ്പം ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് പോലെ KCA ആ വർഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2009 തോന്നുന്നു, കേരള ക്രിക്കറ്റ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവരുന്നുണ്ടായി. അപ്പോൾ ആ സമയത്ത് സെലക്ഷൻ കിട്ടി 9ാം ക്ലാസ്സിലോട്ട് കോട്ടയം മുത്തോലി സെൻറ്റ് ആൻ്റണീസ് എന്ന് പറയുന്ന സ്കൂളിലോട്ട് അങ്ങോട്ട് പോയി. പിന്നെ 10ാം ക്ലാസ് സെൻറ്റ് എഫ്രൈംസ് എന്ന് പറയുന്ന മാന്നാനം എന്ന് പറയുന്ന കോട്ടയത്തൊരു സ്ഥലത്തോട്ട് മാറി. പിന്നെ +1 +2 ഡിഗ്രിയൊക്കെ കൊച്ചി സീക്രട്ട് ഹാർട്സ് എന്ന് പറയുന്നൊരു സ്കൂൾ, കോളേജ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ 7 വർഷം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ക്രിക്കറ്റ് അക്കാഡമിയിലായിരുന്നു. അവിടെ നിന്നാണ് ഈ പറയുന്ന പോലെ രാവിലെയും വൈകുന്നേരം പ്രാക്ടീസും ക്രിക്കറ്റ് ഒരു പ്രൊഫഷണൽ രീതിയിൽ മുമ്പിലോട്ട് കൊണ്ടുപോയതും കേരളത്തിന് കളിച്ചതും രഞ്ജി ട്രോഫി കളിച്ചതും എല്ലാം ഈ അക്കാഡമി ത്രൂവിലാണ്. കുട്ടിക്കാലത്ത് നമ്മുടെ സ്വപ്നങ്ങളുണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടും. അസറുദ്ദീൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അസറുടെ വാപ്പ BK മൊയ്തു, ഉമ്മ നബീസ. പക്ഷേ അസർ കളി തുടങ്ങി ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററായി കേരള ടീമിൻ്റെ ഭാഗമായി കളിക്കുന്നതിന് മുൻപ് തന്നെ അവർ രണ്ടുപേരും വിട പറഞ്ഞു പോയി. പക്ഷെ അസർ ജീവിതത്തിൽ ഏറ്റവും കരുത്തായി അസർ കരുതുന്നത് ആ 2 പേരുമാണ്. അവരുടെ ജ്വലിക്കുന്ന ഓർമ്മകളാണ് പലപ്പോഴും അസറിൻ്റെ ബാറ്റിലൂടെ നമ്മൾ മൈതാനത്ത് കണ്ടിട്ടുള്ളത്. രണ്ടുപേരും എനിക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഉമ്മാൻ്റെ ഓർമ്മകളാണ് കൂടുതലുള്ളത്. കാരണം ഉപ്പ കുറച്ചും കൂടെ നേരത്തെ 15 വയസ്സായ സമയത്തെ ഉപ്പ കുറച്ചുകൂടെ നേരത്തെ പോയി. ഉമ്മാൻ്റെ ഓർമ്മകളാണ് കൂടുതലുള്ളത് ഉപ്പാനേക്കാട്ടിലും. പിന്നെ അവർക്ക് തീർച്ചയായും അവർക്ക് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളായ നമുക്കതിനുള്ള ഭാഗ്യമില്ല എന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ മര്യാദയ്ക്ക് നോക്കാനോ ഇല്ലെങ്കിൽ നമ്മളൊരു നല്ല പൊസിഷനിലെത്തി കഴിയുമ്പം അവരെ ജീവിതത്തിൻ്റെ നമ്മുടെ നല്ല ഭാഗം അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമമാണ് നമുക്കും കൂടുതലുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങളൊക്കെ എന്നെ ഡ്രൈവ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ പറയുന്നത് പോലെ 2015 ഉമ്മ ഫെബ്രുവരിയിൽ മരിക്കുന്ന സമയത്താണ് കൂടുതൽ ഡ്രൈവ് മോട്ടിവേഷനും കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് 2015 നവംബർ 15 ഞാൻ ഗോവയ്ക്കെതിരെ രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്യുന്നത്. അപ്പം നഷ്ടങ്ങൾ ആലോചിച്ച് ഞാൻ വിഷമിച്ചിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ തന്നെ ഇരുന്നേനെ. അതെന്നെ ഡ്രൈവ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞാൻ അന്നത്തെ പത്രങ്ങൾ ന്യൂസ് പേപ്പർ കട്ടിങ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പത്രങ്ങളിലും എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേര് പറയണം. എങ്ങനെയൊക്കെ എനിക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അവരെ അവതരിപ്പിക്കാൻ പറ്റും, ആ രീതിയിലൊക്കെ എനിക്ക് അവതരിപ്പിക്കണം. അതായിരുന്നു അന്നത്തെ എൻ്റെ മോട്ടിവേഷൻ. അപ്പം ഇപ്പം ഗൂഗിൾ ചെയ്ത് നോക്കുമ്പം എൻ്റെ ബയോഡാറ്റ വരുമ്പോൾ ആദ്യം വരുന്നത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേരാണ്. ഓരോ നാട്ടിലും ആ പ്രദേശത്തെ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അതൊക്കെ യാഥാർത്ഥ്യമാക്കുന്ന ചില കൂട്ടായ്മകളുണ്ടാകും, ചില ക്ലബ്ബുകളുണ്ടാകും. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ, ക്രിക്കറ്റിനോട് അടങ്ങാത്ത ആവേശം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ ആ ക്ലബിലെ സഹപ്രവർത്തകർ അവൻ്റെ സ്വപ്നങ്ങൾക്ക് ഒപ്പം നിന്ന്
ഒടുവിൽ അവനെ കേരളത്തിന്റെ ക്യാപ്റ്റൻ വരെയാക്കി. തളങ്കര എന്ന് പറയുന്നത് ഒരുപാട് ക്രിക്കറ്റ് ക്ലബ്ബുള്ള ഒരു നാടാണ്. അതിൽ ഏറ്റവും പേര് കേട്ടൊരു ക്ലബ്ബാണ് TCC എന്ന് പറയുന്നത്. അതൊരു ദൈവാനുഗ്രഹം പോലെ ഇവിടെ തന്നെ വന്ന് ജനിക്കാൻ പറ്റിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിൽ ഞാനിന്നും നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ കാരണം അത് തന്നെയാണ്. തന്നെ എൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ച ഒരു ക്ലബ്ബാണ് ഈ ക്ലബ്ബ്. 2005 സെലക്ഷനൊക്കെ പോകുന്ന സമയത്ത് കിറ്റ് ബാഗും കാര്യങ്ങളൊക്കെ ഇവിടുന്നായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഒരുപാട് ബാറ്റൊക്കെ സ്പോൺസർ ചെയ്ത ക്ലബ്ബാണിത്. കാരണം ആ സമയത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു, ഫാമിലി വൈസ് ആണെങ്കിലും ഫൈനാൻഷ്യൽ വൈസ് ആണെങ്കിലും. അപ്പോൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്ത ഒരു ക്ലബ്ബാണ്. അതിലുപരി ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ബാക്കി പല കാര്യങ്ങളിലോട്ടും ഡൈവേർട്ട് ചെയ്ത് പോകുന്നതിന് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ക്ലബ്ബ് നല്ലതാണ്. ഇപ്പോൾ ഇവിടെ ആൾക്കാർ വന്ന് കൂടിയിരിക്കും, രാത്രി ഒരു ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഇവിടെ ഇരുന്ന ആൾക്കാർ പാട്ട് പാടും, ക്യാരം ബോർഡ് കളിക്കുന്നുണ്ടാവും. ക്ലബിന് സമയമൊന്നുമില്ല, ഇത്ര മണിക്ക് അടക്കണം, ഇത്ര മണിക്ക് തുറക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇത് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്തടത്തോളം കാലം ഇവർക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും തുറന്നിടാം. അപ്പം തീർച്ചയായിട്ടും അതൊക്കെ ഒരു കൂട്ടായ്മനെ ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് ഇന്നത്തെ ജനറേഷൻ ഡൈവേർട്ട് ചെയ്ത് പോകാണ്ടിരിക്കാനും ഒക്കെ എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. ഞങ്ങൾ കുറേ സ്റ്റേറ്റ് ലെവലിലേക്കുള്ള പ്ലെയേഴ്സിന് സംഭാവന ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്, സോണൽ ലെവലിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 73 പീരീഡിലാണ്. പിന്നെ ഫസ്റ്റ് രജിസ്ട്രേഷൻ 88-ലാണ്. വിജയത്തിൻ്റെ പിന്നിലെന്ന് പറഞ്ഞെങ്കിൽ കമ്മിറ്റിയാണ്. ആ ക്ലബിൻ്റെ കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. 1973-ലാണ് തുടങ്ങിയത്. ഏകദേശം 52-53 വർഷമായി. കുറേ കളിക്കാരെ നമ്മൾ ഉണ്ടാക്കിയത്. അതായത് ഇവിടുന്ന് കളിക്കുന്ന ആൾക്കാരുണ്ട്, ഡിസ്ട്രിക്റ്റും സോണൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ട്. കളിക്കുന്നവരെ തീർച്ചയായിട്ടും ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ഫൈനാൻഷ്യലിയോ എന്താവശ്യം ഉണ്ടെങ്കിലും ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറയുന്ന സംഭവം ഒരു പരിധിവരെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി അകത്തുനിന്ന് വരേണ്ട സംഗതികളാണ്. സപ്പോർട്ട് എപ്പോഴും ഇവരുടെ ഭാഗത്തുനിന്ന്. ഈ കളിച്ചു വളർന്ന കുട്ടികൾക്ക് നമ്മളെ ക്ലബ്ബ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യലായാലും വേറെ എന്താണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ ക്ലബ്ബ്. തളങ്കരയിൽ നിന്ന് മടങ്ങുകയാണ്. തളങ്കരയിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയ എനർജി ചെറുതല്ല. കാരണം തിരുവനന്തപുരം വരെ ഞങ്ങൾക്ക് ഓടേണ്ടതുണ്ട്. അപ്പോൾ അതിനിടയിലാണ് അസറിനെ കാണുന്നതും ഇങ്ങനെ സംസാരിക്കുന്നതും ഒക്കെ. അപ്പം ക്രിക്കറ്റിനോടുള്ള വല്ലാത്ത ആവേശം, ആഗ്രഹം, സ്വപ്നം അതൊക്കെ ഇങ്ങനെ കൂട്ടി ഒരു പുസ്തകം പോലെ ഇങ്ങനെ വെച്ച് അവസാനം അതിൻ്റെ ഓരോ പേജുകളായിട്ട് ഇങ്ങനെ തുറന്ന് അസർ മുന്നോട്ട് പോവുകയാണ്. അസറിനെ പോലെ എത്രയോ ചെറുപ്പക്കാരുണ്ട്. അപ്പം നിങ്ങളും ഇത് ചെയ്യുക. സ്വപ്നങ്ങൾ അടക്കി വെക്കുക മാത്രമല്ല, അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വഴികൾ തേടുക. ബാക്കിയൊക്കെ തനിയെ വരും. അപ്പോൾ അസർ വല്ലാത്തൊരു കൂട്ടിമുട്ടലാണ്, കാഴ്ചയാണ്. ഞങ്ങൾക്ക് കിട്ടിയ എനർജി ചെറുതല്ല. കാരണം കാസർഗോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെപ്പോഴും പറയും കേരളത്തിൻ്റെ ഒരു അറ്റമാണ്, ഇങ്ങേ അറ്റമാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്.